പൊയ്ക്കോടുന്ന് എൻ്റെ ഒരു ജീൻസും ടീഷർട്ടും. ഇവിടെ നോമ്പ് തുറക്കുമ്പോൾ ഒരു തുള്ളി കട്ടൻ ചായ കൊല്ലി പറഞ്ഞെങ്കിൽ പഞ്ചാരം ചായപ്പൊടിയും കിട്ടിയിട്ട് വേണം. അപ്പോഴാ ഓൻ്റെ ഒരു എങ്ങോട്ടാണാവോ ഈ സമയത്ത്? എനിക്ക് ആ സൗക്കത്താജിനൊന്ന് കാണണം. എന്നെ മുക്രിപ്പണിന്ന് പിരിച്ചു വിട്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ? മൂപ്പരെ കണ്ടൊന്ന് സംസാരിക്കണം. പറ്റുമെങ്കിൽ എന്നെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. പിന്നെ കുറച്ച് ശമ്പള ബാക്കി തരാനുണ്ട്, അതും വാങ്ങണം. പിന്നെ ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ. ഞാനെന്നാ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഓള് ഞങ്ങളോടൊന്നും പറഞ്ഞുമില്ല. അസ്സലാമലൈക്കും. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ആ പണി എനിക്ക് തന്നെ തിരിച്ചു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പണി എനിക്ക് ശരിയാവില്ല. അങ്ങനെ പറയല്ലേ, എനിക്കതല്ലാതെ വേറെ ഒരു പണി അറിഞ്ഞൂടാ. എന്റെ ശമ്പളമാക്കി തരുന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ 2-3 വട്ടം കമ്മിറ്റി യോഗം വിളിച്ച് കൂട്ടിയതാ. പക്ഷെങ്കിൽ കോർന്ന് ചെയ്യണ്ടേ? ഇനിയിപ്പോ ഏതായാലും പെരുന്നാൾ ചെയ്യട്ടെ. ആരോ ഓന്റെ കാര്യം എന്നോട് പറയണ്ട. ഇന്നെ തോപ്പിക്കാനും വേണ്ടിയ ചെങ്കോടി വീരാനും ബോട്ട് മറിച്ചുത്തിയാനാണ് 3 ലക്ഷം ഉറുപ്പ്യ ഞാൻ പൊട്ടിച്ചേ. എന്നിട്ടോ 2 ബോട്ടിലാണ് ഞാൻ തോറ്റേ. വിടുവേനാ ഇന്റെ മോനെ. ആ എന്താ നോമ്പല്ലേ? അമ്മായി വെച്ച് വിരുന്നൊരുക്കി ആരംഭമായ മരിമോനിക്ക് അയൽവക്കക്കാരെ വിളിപ്പിക്കുന്നു, ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നു. അമ്മായി വെച്ച് വിരുന്നൊരുക്കി ആരംഭമായ മരിമോനിക്ക് അയൽവക്കക്കാരെ വിളിപ്പിക്കുന്നു, ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നു.
അയലൊക്കെ അടിച്ച് വൃത്തിയാക്കിയതിന്റെ ശേഷം ശേഷം അച്ചിപ്പായയും നിവർത്തി അതവിലമായി ഇരുത്തി അറബികാരൊക്കെ തുളയും വെച്ച് അഴക് ഗ്ലാസിൽ ജലമൊഴിച്ച് അച്ചിപ്പായയും നിവർത്തി അഴക് ഗ്ലാസിൽ ജലമൊഴിച്ച് അറബികാരൊക്കെ തുളയും വെച്ച് അഴക് ഗ്ലാസിൽ ജലമൊഴിച്ച് കുടിക്കിൻ ഇത് കുടിക്കിൻ നോമ്പ് തുറക്കിന്നും പറഞ്ഞുകൊണ്ട് പറന്നു നോമ്പ് തുറപ്പിക്കുന്ന പൊന്നമ്മായി നമ്മളെ നല്ലമ്മായി അമ്മായി വെച്ച് ഇരുന്നോരുക്കി ആരംഭമായ മരുമോനിക്ക് അയൽവക്കക്കാരെ വിളിപ്പിക്കും നീ ആശയിൽ നോമ്പ് തുറപ്പിക്കും നീ. അമ്മായി ഞങ്ങളെ കണ്ടതും അലാക്കിന്റെ ഒരു അച്ചിപ്പായം കണ്ട് എടുക്കലും ഒരൊറ്റ മേത്തുകൂടെ നിർത്തല്ലേ ആള് വലിയ അച്ചിപ്പായാണ് 19 ആക്കി ഇരിക്കണ്ടേ ആ, നമ്മ- പായൊക്കെ നിർത്തി ബല മാറ്റണം ഓല അവിടെ ഇരുന്നോട്ടെ പാവൽ അമ്മായി ഞങ്ങൾ 50 ആളെ വരിയായിട്ട് ഇങ്ങനെ ഇരുത്തി വരിയായിട്ട് ഇരുത്തിയിട്ട് ആ അമ്മായി ആദ്യമായിട്ട് 7ാം ക്ലാസ്സിൽ വെള്ളം കൊടുന്നു. എന്താ അവിടെ UP സ്കൂളാ വെള്ളം എന്ന് പറഞ്ഞാ അപ്പൊ നോമ്പ് തുറക്കണ സമയത്ത് 3 മുറുക്ക് വെള്ളല്ലേ കുടിക്കുള്ളൂ. ശരി പിന്നെ ജ്യൂസ് തരിക്കഞ്ഞി ആ. ചായ പലതും കുടിക്കാണ്ടാവൂല. വെള്ളം കുറേശ്ശല്ലേ കുടിക്കുള്ളൂ. 7ാം ക്ലാസ്സിൽ വെള്ളം കൊടുന്ന് അതവിടെ കൊടുന്ന് വെച്ച് അമ്മായിന്റെ കാരൊക്കെ 7ആയിട്ട് പൊളിച്ച് അമ്മായിന്റെ കാരൊക്കെ അതിന്റെ പൈസ കൊടുത്ത് വാങ്ങിയാ പിന്നെ നാട്ടുകാരെ കാരക്കാന്ന് അതിന് പറയാൻ പറ്റും. അമ്മായിന്റെ കാരൊക്കെ തന്നെ ശരി 7ആയിട്ട് പൊളിച്ച് അതിൽ കുറെ പത്തിരിയൊക്കെ പിച്ചിട്ട് കീറിയിട്ട് അതൊരു പ്ലേറ്റിൽ അവിടെ കൊടുന്ന് വെച്ച് പിന്നെ തരിക്കഞ്ഞി പൈനാപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് മുന്തിരി ജ്യൂസ് ഞാൻ പറഞ്ഞതിൽ ജഗ പോകാം. ഇതിങ്ങനെ കണ്ടു നോക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. ആയോ ആയോ എന്തായോ എടാ എന്തായോ നിറച്ചിയും പത്തിരി ആയോന്നല്ല, വാച്ചിക്ക് സമയം നോമ്പ് തുറക്കാൻ സമയമായോന്ന് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. എല്ലാവരും വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അമ്മോശാക്കാന്റെ വക 2 വെടി. ആ സമയത്ത് സമയത്ത് എന്ത് വെടി പേരിനുള്ള എടാ ഹംക്കെ അവിടെ എന്ന് പറഞ്ഞ ഒരു നാട്ടുംപുറാണ്. പള്ളിയില് മൈക്കില്ല, ശരി പാങ്ക് കൊടുക്കാന്. ഒരു ചെറിയ പള്ളിയാണ്. ശരി ആ പള്ളിന്ന് സാധാരണ നോമ്പ് ആയി കഴിഞ്ഞാലും സമയം തുറക്കാനുള്ള സമയമായി എന്ന് ദൂര സ്ഥലങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് 2 കദീന വെടി പൊട്ടിക്കണ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഈ 30 ദിവസത്തിൽ 60 വെടി വെക്കേണ്ട ഇൻചാർജിന്റെ അമ്മോശാക്കാണ്. മനസ്സിലായി? ആ വെടിയാണ്. വെടി കേട്ടോടനെ അമ്മായി പറഞ്ഞു മക്കളെ പൊട്ടിക്കണ് തുറന്നോളി. അതില് ഞങ്ങൾ ആ വെള്ളം എടുത്തുകാണ്ട് കുറേശ്ശെ കുടിച്ച് അതിൽ അമ്മായിക്ക് മനസ്സിലായി ഇപ്പൊ വന്ന പഹേര കൊല്ലിയൊക്കെ അമ്മായി പറഞ്ഞ കൈ കഴുകിക്കോളി മക്കളെ. ഞങ്ങള് കയ്യും കഴുകിയാണ്ട് വന്ന് ഇരുന്ന് ഓരോരുത്തരെ കണ്ണൊക്കെ കണ്ട് ഫറൂഖിലെത്തിക്കണ്. കാരണം 2.5 മണിക്ക് കണ്ട് പറ്റുന്നല്ലേ ഉച്ചക്കല്ലേ ഓടാ ഹംക്കെ അവിടുന്ന്. റമദാൻ മാസത്തിൽ ആരേലും ഉച്ചക്ക് ചോറ് അയില് അമ്മായി ഞങ്ങൾ നോമ്പ് തുറക്കണ സമയത്ത് ഞങ്ങളെ മുന്നിക്ക് കൊടുന്ന് വെച്ച പലഹാരങ്ങളെ പേര് കേട്ടിട്ടുണ്ടോ? അരിയരച്ചിട്ടും പൊടിച്ചിട്ടും ചുട്ട അതൃപ്പത്തിരി പലതരത്തിൽ, അടവടലടു തരിയുണ്ട മണ്ട പുഴുങ്ങുണ്ട നുണ വരും വിധത്തിൽ. എടാ ഹംക്കത് പാടാൻ കിട്ടില്ലേ മുണ്ടാതിരുന്നാ പോരെ. എന്താ ഈ വിഷുവിന് പടക്കം പൊട്ടണായിര് പട 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 എന്ന് പറയണത്? പലഹാരത്തിന്റെ പേര് അറിയില്ലെങ്കിൽ അത് ചോദിച്ച് പഠിച്ചു മനസ്സിലാക്കി കാളിയാവുകാർക്ക് പുട്ടും വെള്ളപ്പോ അല്ലാതെ വേറെ വല്ലതും തിരിയോ? ശരിയാ, ഇതൊക്കെ പലഹാരങ്ങളാണ്. ഇനി വേണമെങ്കിൽ ഞാൻ ഓരോന്നായി പറഞ്ഞുതരാം. അട, വട, എന്താ മദ്രസ അത്? എടാ പേര് കേട്ട് മനസ്സിലാക്ക്. ലഡു, തരിയുണ്ട, മണ്ടേ അന്നെ വിളിച്ചതല്ല, പലഹാരത്തിന്റെ പേരാണ്. ഈ പലഹാരങ്ങളുടെ പേര് എന്ന് പറഞ്ഞാല് ഈ പണ്ടാരിമാർക്ക് ചില അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് പുതിയ പുതിയ പലഹാരങ്ങൾ ജനിച്ചു വീഴല്. എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളെ നാട്ടിലൊരു പണ്ടാരിക്ക് ഒരബദ്ധം പറ്റിയ കഥ ഓർമ്മ വരുന്നത്. അതായത് ഇതേമാതിരി ഒരു റമദാൻ മാസം കാലം ഉച്ചക്ക് എവിടെ ഹോട്ടലിന്റെ മുകളില് മാളിയന്റെ മുകളില് കുറെ ആൾക്കാര് ഈ റമദാൻ മാസത്തിൽ വെറുതെ നേരം പോക്കിന് വേണ്ടിയിട്ട് ഈ ഷീട്ട് കളിക്കും.
ചീട്ടുകളി എന്ന് പറഞ്ഞാൽ പൈസ വെച്ചിട്ടുള്ള കളിയല്ല. അല്ലല്ല. 28, ജാക്കി, ആ. റമ്മി, അങ്ങനെ കുറെ കളികളുണ്ട് ചീട്ടുമ്മല്. ശരി. അതും കളിച്ച് ഇങ്ങനെ ഇരിക്കണം. ആ അപ്പൊ ഇരിക്കണ ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് നോൽമ്പ് വെച്ച് പോന്നോലാ. ഉച്ചയായപ്പോ ഇവർക്ക് ഇങ്ങനെ ഒരു ജാതി വയറ്റുന്നെല്ലാം കൂടി ഒരു അതിൽ ഹോട്ടലുകാരനുണ്ട് ഇവരെ കൂടെ ഇരുന്ന് കളിക്കണം. അതിലിപ്പോ ഹോട്ടലുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ അസനെ വിശക്കുണ്ടല്ലടാ, ഇവിടെ എന്തെങ്കിലും രസം ഉണ്ടാക്കുക ചോദിച്ചു. അതിൽ അസൻ എന്ത് ചെയ്തു, വേഗം ചെന്നിട്ട് കുറച്ച് നെയ്ച്ചോറ് അടുപ്പത്തിട്ട് എന്നല്ല, ഇവനെ നെയ്ച്ചോറ് അടുപ്പത്തിട്ട് കണ്ട് ഇങ്ങോട്ട് കയറി പോന്ന് ഇവരെ കൂടെ വന്ന് കളിച്ച് കളിന്റെ ഹരത്തില് ഇവ ഇത് ഇറങ്ങിപ്പോകാനും തീ കത്തിക്കാനും ഇളക്കാനും ഒക്കെ മറന്ന് തീയൊക്കെ കെട്ട് വെള്ളം ശരിക്ക് പറ്റാതെ ഈ പച്ചരി തീ കിടന്നുകാണ്ട് അങ്ങനെ ബന്ധു നോക്കുമ്പോ അത് വേഗം ചെയ്തിക്കണ്. വെള്ളം തീ കത്താത്തോണ്ടോട്ട് വറ്റിയിട്ടില്ല. ഇതിപ്പോ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോ ചോറും അല്ല കഞ്ഞിയല്ല, ഒരു സൈസ് ചൊറിഞ്ഞി. ചോറും കഞ്ഞിയല്ലാത്തതിനെ പിന്നെ ചൊറിഞ്ഞിന്നാ പറയും. ഇങ്ങനെ നിക്കുകയാണ്. പടച്ചോനെ സംഗതി പറ്റിച്ചല്ലോ, ഇനിയിപ്പോ എങ്ങനെയാണ് ഈ ചങ്ങായിമാരെ മുന്നിക്ക് ഇത് കൊണ്ടേ വെച്ചു കൊടുക്കുക, എന്താപ്പ ചെയ്യാ എന്നൊക്കെ വിചാരിച്ച് ഇവങ്ങനെ ആലോചിച്ച് എന്താപ്പ ഒരു പരിപാടി ചെയ്യാ. അതിലിവന് പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ച്, വൈകുന്നേരം നോമ്പ് തുറക്കണ സമയത്ത് നിങ്ങൾക്ക് പൊറാട്ട അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദമാവ് അവിടെ കൊടുന്ന് വെച്ചിക്കണ്. ഈ മൈദമാവ് എടുത്തുകാണ്ട് ഇവൻ ഇതിക്ക് ലേസം അങ്ങോട്ട് കൊട്ടി കുറച്ച് പഞ്ചസാര ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തപ്പോ ഇതിത്തെ വെള്ളം വറ്റി. ഇത് മൈദ ഇതിൽ കിടന്നൊന്ന് വെന്ത് ഈ നെയ്യും ഇത് ഈ നെയ്ച്ചോറ്റിക്കുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഇതിൽ ചേർത്തിക്കണല്ലോ, അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടിക്കണം. ഇതെല്ലാം കൂടി ആയപ്പോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമായി മാറി. ഇത് മോൾക്ക് വരെ മുന്നിക്കാണ് കൊണ്ട് വെച്ചു കൊടുത്ത് ഇവരക്കാണെങ്കിൽ നല്ല വിഷപ്പുണ്ട്. ആനനെ കിട്ടിയാ തിന്നാനുള്ള വിഷപ്പ് വെച്ചിരിക്കുകയാണ്. അതിൽ ഇവരിങ്ങനെ തിന്നണിന്റെ ഇടയിൽ ഒരാൾ ചോദിച്ചാൽ അല്ല എന്തത് സാധനം എന്ന് ചോദിച്ചു. ഇതറിയില്ലേ, ഇതാണ് ബോംബെ പുഷ്കാർ. അതിലവിടെ മായാക്കാറുണ്ട് ഒരാളുണ്ട്, ബോംബെയിൽ കുറെ കാലം വിലസിയ ആളാ. മായാക്കാനോട് പോലും ചോദിച്ചാൽ അല്ല മായാക്ക നിങ്ങൾ കുറെ കാലം ബോംബെയിൽ നിന്ന ആളാണ്, നിങ്ങൾ ബോംബെയിൽ നിന്ന് ഈ പുഷ്കാണ്ടിക്കണോ ചോദിച്ചു. അതില് മായാക്ക് അസനെ മാനം കെടുത്തണ്ടെന്നുള്ള എനിക്ക് അപ്പൊ പറഞ്ഞു, ഞാൻ കണ്ടിങ്ങനെ ഇത് തന്നെ ബോംബെ പുഷ്കാർ. അങ്ങനെ തീറ്റയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറക്കാൻ നേരത്തെ എല്ലാവരും വീട്ടിലേക്ക് പോയ സമയത്ത് മായാക്ക് അസനോട് ചോദിച്ചു, അല്ല അസ എന്താ ഞാൻ കൊടുന്ന് വെച്ച സാധനം? ഞാൻ പിന്നെ അപ്പം ആൾക്കാരുടെ അടിയിലിട്ട് എന്നെ വഷളാക്കണ്ട വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഒന്നാരം മായാക്ക അതിന്റെ കഥ പറയണ്ട, അത് ചോറ് അടുപ്പത്തിട്ടായിരുന്നു, തീ കത്തിക്കാൻ മറന്നുകാണ്ട് വെള്ളം പറ്റാതായപ്പോ ഞാൻ ലേസം മൈദപ്പൊടിയും പഞ്ചസാര ഇട്ട് ഇളക്കിയതാണ് എന്ന് പറഞ്ഞ മാതിരി. ഈ മണ്ട എന്ന് പറഞ്ഞ പലഹാരം ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? ഒരു പണ്ടാരി സമൂസ ഉണ്ടാക്കിയിരുന്നു. അബദ്ധവശാല് ഉപ്പിടണ്ടോടത്ത് പഞ്ചസാര ഇട്ടുപോയി തിന്നു മാറിയതാണ്. പാത്രം മാറിയാണ്ട് ഉപ്പ് കൊട്ടണ്ടോടത്ത് പഞ്ചസാര കൊട്ടി നോക്കുമ്പോ അത് പിന്നെ അത് സമൂസ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി. അതിൽ കുറച്ചും കൂടി പഞ്ചസാര കണ്ട് ഇട്ടിട്ട് ഹോട്ടലിന്റെ ഓണറോട് പറഞ്ഞു, പുതിയൊരു പലഹാരം ഇന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കണം, മണ്ടയാണ് ഇതിന്റെ പേര്, ഉണ്ടാക്കിയോ മണ്ടനാണ് എന്നാണ് ആ പേരിന്റെ ചുരുക്കം. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ പലഹാരങ്ങളുടെ പേര് മനസ്സിലായില്ലേ? ഇനി തെറ്റിക്കരുത് കേട്ടോ, കണ്ണിൽ ഞാൻ കൈയിടും. അരിയരച്ചിട്ടും പൊടിച്ചിട്ടും ചുട്ട തൃപ്പത്തിരി പലതരത്തിൽ, അടപടലിടു തരിയുണ്ട മണ്ട പുഴുങ്ങുണ്ട നുണ വരും വിധത്തിൽ, ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിശപ്പൂ മുല സദസ്സിൽ വെച്ചിട്ട് തുറക്കി പറഞ്ഞുകൊണ്ട് പറന്നുറപ്പിക്കുന്ന പൊന്നമ്മായി നമ്മളെ നല്ല അമ്മായി. അമ്മായി വെച്ച് ഇരുന്നൂരുട്ടി ആരംഭമായ മരുമോനിക്ക് അയൽവക്കാരെ വിളിപ്പിക്കുന്നേ, ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നു. ഇത്രയും സാധനങ്ങൾ പലഹാരങ്ങൾ അമ്മായി ഞങ്ങളെ മുന്നിക്ക് കൊടന്ന് നിരത്തിയപ്പോ ഞാൻ പറഞ്ഞു, പൊന്നാരമ്മായിയെ ഇനി കൊണ്ടരലി
ഞങ്ങളോട് തിന്നാൻ കഴിയൂല. ആഹാ. എന്താ കാരണം? എന്താ? 50 ആൾക്കാർ ഞങ്ങൾ പോയില്ലേ. ഹംകേക്ക് 49 ആക്കും നോമ്പില്ല. ആ. എനിക്ക് ഒരൊറ്റ ആൾക്ക് മാത്രമേ ഉള്ളൂ അന്ന് നോമ്പ്. അനക്ക് നോമ്പോ? ആ അന്നെ കഴിഞ്ഞ റമദാൻ 5-ന് ഞാൻ എവിടെ കണ്ടത് എനിക്കറിയോ? മക്കനെ പറയുമ്പോ വേലായുധന്റെ ചായക്കളി. ഓടെ വലാലെ അവിടുന്ന് മക്കരപ്പറമ്പ് അങ്ങനെ ഒരു വേലായുധന്റെ ചായപ്പീടിയിൽ കണ്ടുകണമെങ്കിൽ തന്നെ അത് പബ്ലിക്കിനോട് പറയാൻ പാടുണ്ടോ ഹംകെ? അല്ല ഞാനവിടെ കണ്ടുകൊള്ളന്നെ. അല്ല ഇജ്ജെന്തിനവിടെ വന്നിരുന്നേ? ഞാൻ പാലിന്റെ പൈസ മുപ്പർക്ക് നാടൊട്ടാക പാലിന്റെ അച്ചോടാ നോൽമ്പായാല് പോടാ ഹിമാറ അവിടുന്ന്. ഇജ്ജു ഞാനും ഒരുമിച്ച് നിന്ന് കണ്ടല്ല ആ കുസിനിന്റെ അടുത്ത് ബാത്റൂമിന്റെ അടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞ. അപ്പൊ കുപ്പ ജനക്കാ ഓടാണ്ട് കാണും ഉണ്ടാവുന്നോ. അപ്പൊ അമ്മായി പറഞ്ഞ അത് പറ്റൂല, ഞാൻ നടാർത്ത സൽക്കാരാണ്, നിങ്ങളെ കണ്ടുണ്ടാക്കിയതാണ്, നിങ്ങൾ എന്നെ തിന്നണം എന്നാ. അമ്മായി വീണ്ടും കൊണ്ടുവരികയാണ്. അമ്മായിന്റെ പുതുമയോടെ ചേടാ ഇത് എന്തൊരു കഷ്ടജീവിതം പാടാൻ സമ്മതിക്കില്ല. അമ്മായിന്റെ പുട്ടിന്ന് എടുത്ത് പറയണം. കാരണം അമ്മായിന്റെ പുട്ടും കുറ്റി, അമ്മായിന്റെ പുട്ടും തൂക്ക്, അമ്മായിന്റെ അരിപ്പൊടി, അമ്മായിന്റെ തേങ്ങ, അമ്മായിന്റെ അടുപ്പ്, അമ്മായിന്റെ വെള്ളം, ഇതൊക്കെ ഉപയോഗിച്ച് ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെ പുട്ടിന്ന് എങ്ങനെ ഇഷ്ടായാലും പറയില്ല. എന്ത് ആളാണ്. അമ്മായിനെ ഒഴിവാക്കുക. പുട്ട് ചുട്ട് പുതുമയോടെ പൂവൻ പഴവും പടലയോടെ ഊതി തീർന്നിടുന്നവരെ പൂരിയും മസാല വേറെ. ഹംകെ മൂരിയല്ല, മസാല ഉണ്ടാവുമ്പോ മൂരി ഉണ്ടാവില്ലടാ. ആ വെറും ആ ഒരു ചിന്ത തന്നെ ഉള്ളൂല്ലോ. മൂരി 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 എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. എത്ര പ്ലേറ്റാ ഒരു ദിവസം കയറ്റിക്കൂട്ടല്. വാഹന്റെ ഇടക്കൗത്തൊക്കെ കണ്ടില്ല, കൊപ്പരപ്പാണ്ഡ്യാലിലെ കാടം പൂച്ചന്റെ മാതിരി. ആവുമ്പോ കള്ളിയാണ്. ഏത് റേഷനാപ്പിൽ കരി അമ്മിന്റെ ചോട്ടില് മുതരണ്ടാണി വീണ് ചീർത്ത മാതിരി ചീർത്തിക്കണ് വാഹൻ. ദിവസം തോറും ഇങ്ങനെ വീർത്ത് വരികയാണ്. പള്ളൊക്കെ കണ്ടില്ല, വേൾഡ് കപ്പ് കഴിഞ്ഞ് ഞാൻ പറയണില്ല, ഫുട്ബോള് കെട്ടിത്തൂക്കിയ മാതിരി. ഏതായാലും എന്താ മൂരി അല്ല കേട്ടോ, ഭൂരി ഭൂരി ഭൂരി. ഈ മൂരി എന്നുള്ള ചിന്ത കഴിയുന്നോ മനസ്സിന്ന് ഇഞ്ഞെങ്കിലും ഒന്ന് ഒഴിവാക്കണം. സകല സ്ഥലത്തും ആന്ത്രാക്സും കൂന്ത്രാക്സും ഒക്കെ തുടങ്ങിയിരിക്കണം. ആന്ത്രാക്സ് തന്നെയല്ലേ അതിന് പറയാം. ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടിയ എൻ്റെ ആഖിറം നന്നായി കിട്ടും. ഇത് ചൊല്ലിത്തരുന്ന സമയത്തും മൂരി എന്നുള്ള ചിന്ത തന്നെയാണ് മനസ്സിൽ നിന്നുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ കാര്യം പോക്ക. ശരിയാ. ഇനിയല്ലേ നേരെ പാടണം ഭൂരിയാണ് കേട്ടോ. പുട്ട് ചുട്ട് പുതുമയോടെ പൂവൻ പഴവും പടലയോടെ ഊതി തീർന്നിടുന്നവരെ പൂരിയും മസാല വേറെ. ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിശപ്പു മോന സദസ്സിൽ വെച്ചിട്ട് കഴിക്കും ഇത് കഴിക്കും. നോമ്പ് തുറക്കേന്നും പറഞ്ഞു കൊണ്ട് പറന്ന് നോമ്പ് തുറപ്പിക്കുന്ന പൊന്നമ്മായി നമ്മളെ നല്ലമ്മായി. അമ്മായി വെച്ചിരുന്നൊരുക്കി ആരംഭമായ മോനിക്ക് അയൽവക്കാരെ വിളിപ്പിക്കുന്നേ, ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നേ. കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അമോസാക്കാന്റെ കൂടെ പള്ളിയിൽ പോയി. ഏശിയും മകരിവും തറാബിയും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് തിരിച്ച് അമ്മായിന്റെ വീട്ടിൽ വീട്ടിൽ വന്ന സമയത്ത് അമ്മായിന്റെ കഴിഞ്ഞിട്ടില്ല. അമ്മായി മരിച്ചിട്ടില്ല. എടാ അമ്മായിന്റെ സൽക്കാരം കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്ന് പോരുന്നില്ല. നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴേക്ക് അമ്മായിന്റെ വക ഒരു കഞ്ഞി, സാധാരണ കഞ്ഞിയല്ല, അമ്മായി കഞ്ഞി എന്ന് പറഞ്ഞാൽ അതൊരു കഞ്ഞിയാണ്. ശരി. വളരെ മനോഹരമായ ടൈൽസ് അല്ലേ? അതെ അതെ. താൻ ചോദിക്കേ ഈ ടൈൽസ് എവിടുന്നാണ്? നമ്മുടെ വീടിന് തന്നെ മതി. എന്താ ഒരു ചർച്ച? ഈ ടൈൽസിനെ കുറിച്ചാ? വളരെ നന്നായിരിക്കുന്നു, നല്ല ഫിനിഷിംഗും. ഇത് എവിടുന്നാ? ഫാൽക്കൺ സെറാമിക്സിൽ നിന്നും. ഫാൽക്കൺ സെറാമിക്സ് വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള സെറാമിക്സ് ടൈൽസുകളുടെയും
പ്രശസ്ത കമ്പനികളുടെ സാനിറ്ററി ഐറ്റംസുകളുടെ വൻ ശേഖരവും കൂടാതെ വാർമുറ ടൈൽസിന്റെ മൊത്ത വിതരണക്കാരും കൂടിയാണ് ഫാൽക്കൺ സെറാമിക്സ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ വീടിനും ഫാൽക്കൺ സെറാമിക്സിൽ നിന്നുമുള്ള ടൈൽസ് മതിയെന്ന് ഞങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. ഫാൽക്കൺ സെറാമിക്സ്, NH റോഡ്, വെന്നിയൂർ, കോട്ടക്കൽ. അതിൽ പറഞ്ഞു കേട്ടോ, ജീവിതത്തിൽ കണ്ടതില്ല ജീരകത്തിൽ കഞ്ഞി നല്ല, ജീവിതത്തിൽ കണ്ടതില്ല ജീരകത്തിൽ കഞ്ഞി നല്ല, ചീരവറവിന്റെ രസം മീൻ പൊരിച്ചത് അതിവിശേഷം, ചീരവറവിന്റെ രസം മീൻ പൊരിച്ചത് അതിവിശേഷം, ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിശപ്പൂമൂല സദസ്സിൽ വെച്ചിട്ട് കുടിക്കിൻ കഞ്ഞി കുടിക്കിൻ കഞ്ഞി കുടിക്കിന്നും പറഞ്ഞുകൊണ്ട് പറന്ന നോമ്പ് ഉറപ്പിക്കുന്ന പൊന്നമ്മായി അമ്മളമായി അമ്മായി വെച്ച് പേരുന്നോരുത്തി ആരംഭമായ മരുമോനിക്ക് അയൽവക്കാരെ വിളിപ്പിക്കുന്നേ ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നേ. കഞ്ഞിയൊക്കെ കുടിച്ച് കഞ്ഞിന്റെ ഊക്കൊണ്ട് ഞങ്ങളൊക്കെ വിയർത്തൊലിച്ച് എല്ലാരും ക്ഷീണിച്ച് ഞങ്ങളെല്ലാരും സോന ഹിന്ദിയാണ്, മലയാളത്തിലേക്ക് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. ശരി. ഓ പക്ഷേ ഞങ്ങളെല്ലാരും കിടന്നുറങ്ങിയെങ്കിലും കൂടി എന്റെ അമ്മായി മാത്രം ഉറങ്ങിയിട്ടില്ല. അമ്മായി എന്തുണ്ടാക്കണ റമദാൻ മാസത്തിൽ? എടാ, അത്താഴച്ചോറിനുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ്. വീട്ടിൽ നോ സർവന്റ്, വേലക്കാരൊന്നുമില്ല. അമ്മായി തന്നെ പെടാപ്പാട് പെട്ടുണ്ടാക്കുക. അങ്ങനെ പലഹാരങ്ങൾ ഓരോന്നോരോന്നുണ്ടാക്കല, പലഹാരങ്ങളല്ല അത്താഴച്ചോറിനുള്ള വിഭവങ്ങൾ ഒരുക്കുമ്പോ പെട്ടെന്ന് അമ്മായിന്റെ ചെവിയിലേക്ക് ഒരു ശബ്ദം. അമ്മായി ആകെ പേടിച്ച് നല്ല അടുക്കളയിൽ നിന്ന് അമ്മായി അമ്മാശം കാക്ക കിടക്കണ ആ സ്ഥലത്ത് കൂടി അമ്മോസാക്ക കിടക്കണ റൂമിൽ ചെന്ന് അമ്മോസാക്കാൻ അങ്ങനെ ഉരുട്ടുക. അമ്മോസാക്കാൻ ഉരുട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിലായ വിളിക്കല്ലേ? വിളിക്കാന്ന് പറഞ്ഞാൽ സാധാരണ പെണ്ണുങ്ങള് രാത്രി ഉറങ്ങിക്കിടക്കണ ആണുങ്ങളെ വിളിച്ചോണത്തിന് കണ്ടുകണ നേരം വെളുക്കാൻ കാലത്ത്, നേരം വെളുത്ത് 5, 6, 7 മണിയായിട്ടും ചില ആൾക്കാർ എണീക്കൂല. സൂര്യൻ വന്നുകാണ്ട് ഇവിടെ ഉച്ചാലും ചിലവര് എണീക്കാൻ മടിച്ചിങ്ങനെ കിടക്കും. കിടക്കും. അപ്പൊ ഈ പെണ്ണുങ്ങൾ വന്നിട്ട്
പൊറാട്ടക്ക് മാവ് വയ്ക്കണമായത് ഒരു ഉരുട്ടലാണ്. നോക്കിയിരുന്നു നോക്കി നിങ്ങൾ എണീക്കണില്ലേ? നേരം വെളുത്തിക്കണ്, പണിക്കുകൊണ്ടേ എണീക്കണില്ലേ? അപ്പൊ ഇങ്ങനെ മൂപ്പര് കിടന്നുറങ്ങണോടത്തുനിന്ന് ഇങ്ങനെ ഞെളിഞ്ഞു വിരിഞ്ഞു, എല്ലാം വെളുത്തോ? നേരം വെളുത്തിക്കണ് പണിക്കുകൊണ്ടേന്ന് ചോദിച്ചാ പിന്നെ അവിടെ എന്താ ഒരു നല്ലോം വെളുക്കല്? ശരിയാ. അല്ല, ക്ഷീണം കൊണ്ടാണേ. സാധുക്കള് രാപ്പകല അധ്വാനല്ലേ. ആണുങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതാണ്. അപ്പോ എന്ന് പറഞ്ഞ മാതിരി എന്റെ അമ്മായി ഓടിച്ചെന്ന് അമ്മോസാക്കാന്റെ അടുത്ത് എന്നിട്ട് അമ്മോസാക്കാൻ അങ്ങനെ ഉരുട്ടി വിളിച്ചു. നോക്കിന്നോ നോക്കി, നിങ്ങളെങ്ങാനും ഇപ്പൊ അവിടുന്ന് ഉറക്കത്തില് ആക്കിയോ? ശരി. അമ്മോശനാകെ നോമ്പ് വെച്ച് ക്ഷീണിച്ച് പാവം തളർന്ന് കിടക്കുക. മൂപ്പർക്ക് അങ്ങോട്ട് ചൂടായി. അപ്പൊ ഇവിടെ 60 മാസമായിട്ട് ഇവിടെ നോക്കാൻ നിക്കല്ലേ ഉറക്കത്തില്, പോവലാലേ ഓടുന്നു. അതില് മൂപ്പര് പിന്നെ പാരെ ഉറക്കത്തില് ആക്കിയത് പടച്ചോനെ, ഇനിയിപ്പോ നമ്മളെ പുതിയാപ്പിളെങ്ങാനും ഉറക്കത്തില് ആക്കിക്കണോന്നാവോ? അമ്മായിന്റെ ഡൗട്ട്. ശരി. അതിലെന്റെ അടുത്ത് വന്നു, പുതിയാപ്പിള നിങ്ങളെങ്ങാനും ഇവിടെ നിന്ന് ഉറക്കത്തില് ആക്കിയോ? ഞാൻ പറഞ്ഞു, എന്താ മായി എങ്ങക്ക് ഈ 50 ആളെ ഇട്ട് വന്നുകാണ്ട് ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഉറക്കത്തില് ആക്കൂല, നിങ്ങക്ക് അറിയില്ലേ? പിന്നെ പറഞ്ഞപ്പോ മോളറ്റ ആക്കിയോന്നാവോ? മോളെ വിളിച്ച്, എങ്ങാനും ഉറക്കത്തില് ആക്കിയോ? ഇതെത്താ മങ്ങക്ക്, ഞാൻ ഇവിടുന്ന് ഉറക്കത്തില് ആക്കിയിട്ടൊന്നുമില്ല. ശരി. ഇല്ല, മോശം അങ്ങോട്ട് ചൂടായി. മൂപ്പർക്ക് ദേഷ്യം പിടിച്ചാ പിന്നെ മൂപ്പരെ പിടിച്ചാ കിട്ടൂല. മൂപ്പര് എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ ഉറക്കത്തിൽ ആക്കിയില്ല, എന്റെ മരുമോൻ ഉറക്കത്തിൽ ആക്കിയില്ല, എന്റെ മോൾ ഉറക്കത്തിൽ ആക്കിയില്ല, എന്റെ ഭാര്യ ഉറക്കത്തിൽ ആക്കിയില്ല, പിന്നെ ഞാനാണ് ഉറക്കത്തിൽ ആക്കിയെന്ന് ചോദിച്ചു. ഭയങ്കര ഒച്ചപ്പാട്. അതില് ഒച്ചയും വെള്ളം കേട്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ ഓടി എണീറ്റ്, എന്താണ്ട് അമ്മോശാങ്ക ഇളകിയോന്ന് പറഞ്ഞു. അമ്മോശാങ്ക ദേഷ്യം വന്നാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അതില് ഞങ്ങളെല്ലാം കൂടി ഒരു പാട്ടവിളക്കൊക്കെ കത്തിച്ച് അമ്മായിന്റെ വളപ്പ് കൂടെ ആകെ തെരഞ്ഞു. എന്താണ് ഈ ശബ്ദം കേട്ട് എവിടുന്നാന്ന് മനസ്സിലാവണ്ടേ? ലാസ്റ്റ് മനസ്സിലായി. നമ്മളെ ഭാര്യ വീടിന്റെ അയലോകത്ത് ഗോപാലൻ എന്ന് പറഞ്ഞിട്ടൊരു പാൽ കച്ചവടക്കാരുണ്ട്. ഈ ഹംക്ക് പാലൊക്കെ റെഡിക്ക് കറന്നുകാണ്ട് വെള്ളം കൂട്ടി വിറ്റ് വലിയ പൈസക്കാരനയക്കണ്. പക്ഷെ പശുക്കൾക്ക് ശരിക്കും തിന്നാൻ കൊടുക്കൂല. അപ്പൊ അതിനൊരു പശുക്കുട്ടി രാത്രി കയററുത്ത് വന്നുകാണ്ട് എന്റെ ഭാര്യ വീട്ടിന്റെ വളപ്പ് കടന്നതാ. മൂപ്പരിങ്ങനെ നടന്നപ്പോ തിന്നാനൊന്നും കണ്ടില്ല, നല്ല നിലാവും ഉണ്ട്. അതിലിങ്ങനെ ഒരു വാഴന്റെ പട്ട ഇങ്ങനെ മോളിന്ന് ഒടിഞ്ഞ് തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കടിക്കാൻ വേണ്ടിയാണ് മൂപ്പരിങ്ങനെ ഏന്തി വലിഞ്ഞു വന്നപ്പോ ഈ ശബ്ദം ഉണ്ടായതാണ്. ഇതാണ് എന്റെ അമ്മായിന്റെ ചെവിയിൽ മുഴങ്ങിയ ശബ്ദം. അല്ല, ഞങ്ങളൊന്നും ഉറക്കത്തിൽ അന്ന് ആരും ആക്കിയിട്ടില്ല. മനസ്സിലായോ? സംഗതിയൊക്കെ മനസ്സിലായി. ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങി. രാത്രി 2-2:30 മണിക്കാണ് അമ്മായിന്റെ ലാസ്റ്റ് കൊടുതി. അമ്മായി കൊടുക്കൂലേ? അമ്മായി അതോടുകൂടി ക്ലോസ് ആകുക എന്നല്ല അതിന്റെ അർത്ഥം. നോമ്പ് സൽക്കാരത്തിന്റെ ആധികാരികമായിട്ടുള്ള റിക്കാർഡിക്കലായിട്ടുള്ള സദ്യ അത്താഴച്ചോറാണ്. പിന്നെ എന്റെ ഭാര്യന്റെ മാതിരി നല്ല സ്നേഹമുള്ള പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ വെളുപ്പാൻ കാലത്ത് ഒരു 5-5:30 മണി സമയത്ത് ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് തുറക്കാൻ സമയത്ത് ഉണ്ടാക്കിയ പത്തിരിയൊക്കെ ഒന്ന് ചൂടാക്കി വെലച്ചക്ക് ഉണ്ടാക്കി അത്താഴച്ചോറിനുണ്ടാക്കിയ ചാറൊക്കെ ഒന്ന് ചൂടാക്കി ഗ്യാസ് അടുപ്പിൽ കുറച്ച് പുക പോകാതെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി. ഗ്യാസ് അടുപ്പിൽ കട്ടൻ ചായ ഉണ്ടാക്കണ പിന്നെ ആരും അറിയില്ലല്ലോ. മെല്ലെ റൂമ് കൊടുന്നിട്ട് ചെവിട്ടില് പറയും. എന്നാലും ആധികാരികമായിട്ട് നോൽമ്പ് സൽക്കാരത്തിന്റെ ലാസ്റ്റ് കൊടുതി അത്താഴച്ചോറാണ്. രാത്രി 2:30 മണിക്ക് അമ്മായി ഞങ്ങളെ വിളിച്ചുണർത്തി. ഞങ്ങളെല്ലാവരും കണ്ണും തിരുമ്പി എണീറ്റ് കയ്യും മുഖമൊക്കെ കഴുകി അങ്ങോട്ട് ചെന്നിരുന്ന് നോക്കുമ്പോ എന്നോട് പറയാ, കടിച്ചു മുറിച്ച് തിന്നിടാനായി നിർത്തി പൊരിച്ച കോഴിയാണ്. കോഴി പെണ്ണാണ്. എടാ 5-6 കോഴിനെ നട്ടപ്പാതിര സമയത്ത് അമ്മായി ഇങ്ങനെ നിർത്തി പൊരിച്ചൊക്കെയാണ്. മനസ്സിലായോ? കാരണം എത്ര പാടുപെട്ടുണ്ടാവും. ഞാൻ ചോദിച്ച അമ്മായി, എന്തിനാ നിങ്ങൾ ഇതിനെ നിർത്തി പൊരിച്ച് ഇടങ്ങാറായത്? ഇതിനെങ്ങനെ കിടത്തി പൊരിച്ചുകൂടെയിരുന്നു നിങ്ങൾക്ക് എന്ന് ചോദിച്ച സമയത്ത് അമ്മായി പറയണത് ശരിയാവൂല. കടിച്ചു മുറിച്ച് തിന്നിടാനായി നിർത്തി പൊരിച്ച കോഴിയാണ്. വയർ നിറച്ചിടുന്നതിന് വളർമയിൽ നെയ്ച്ചോറ് തന്നെ. ഇവകൾ
തമിഴമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിശപ്പൂമോന്റെ സദസ്സിൽ വെച്ചിട്ട് മുണങ്ങി ഇത് മുണങ്ങി അഞ്ചാറ് കോയിനെ നട്ടപ്പാതിര സമയത്ത് കൊടുന്നിട്ട് അമ്മായി ഞങ്ങളോട് മുണങ്ങാൻ യാമ 1-ാം തീയതി വരെ മുണങ്ങി അത് പോകൂല. ഞാൻ പറഞ്ഞു പൊന്നാരമ്മായി ഞങ്ങൾ മഞ്ചേരി ഭാഗത്തുള്ള കുട്ടികളാണ്, ഞങ്ങൾക്ക് ഈ നിർത്തി പൊരിച്ച കോയിനെ മുണങ്ങി ശീലല്ല, വേണമെങ്കിൽ ഞങ്ങൾ ഇതിനെങ്ങനെ തിന്നോളാം, ശമ്പള് കാണിച്ചു കൊടുത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ തൽക്കാലം ഈ കോയിനെ ഒഴിവാക്കാണ്. മനസ്സിലായോ? എങ്ങനെയുണ്ട് എന്റെ അമ്മായിന്റെ സൽക്കാരം? അമ്മായി വെച്ച് വീരുന്നൊരുക്കി ആരംഭമായ അയൽവക്കാരെ വിളിപ്പിക്കുന്നേ, ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നേ. അങ്ങനെ സൽക്കാരൊക്കെ കഴിഞ്ഞ് ഞാനും ഭാര്യയും സുഹൃത്തുക്കളും എല്ലാം കൂടി പിറ്റേന്ന് രാവിലെ അവിടുന്ന് പുറപ്പെട്ട് ഒരു 3-4 മാസം കഴിഞ്ഞ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. സംഭവം ഒന്നുമല്ല, എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ വീട്ടിലൊന്ന് പോയി വന്നാൽ. അൽഹംദുലില്ലാഹ്, പടച്ചോനെ ഒന്ന് നീട്ടി സ്തുതിച്ച്. എന്താ വീട്ടിൽ പോയി എന്നാലും പറയുമ്പോ അങ്ങനെ പറയണേന്ന് പറഞ്ഞാൽ സംഗതിയിൽ ഞാൻ അവളോട് ആദ്യത്തെ ഭാര്യയായിട്ട് ഞാൻ നല്ല ഒരു സുഖത്തിലല്ലാന്നൊക്കെ ഒരു ലണ്ടൻ പൊട്ടിച്ച് കാണ്ട് സീക്രട്ട് കല്യാണം കഴിഞ്ഞതാണ്. അപ്പോ രണ്ടാളും ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയരുത് എന്നുള്ള നിലക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോ ഗാനമേളക്കാണ് എന്നും പറഞ്ഞു കാണ്ട് വ്യാഴം വെള്ളി ശനി ഒരാളെടുത്ത് പോകും. പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ഒരാളെടുത്ത് പോകും. സൺഡേ ഹോളിഡേ, അന്ന് ജോലിഡേ. അൽഹംദുലില്ലാ നടു നിർത്തി ഒന്ന് കിടക്കും. മനസ്സിലായ? അങ്ങനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ആവും കാലം കൂടല്ല, കൂടിയാ പിന്നെ കോടല്ല എന്നുള്ള പഴയ കാരണന്മാരെ ചൊല്ലി, പഴഞ്ചൊല്ല അങ്ങനെയാണ്. ഏതായാലും ഇവള് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എനിക്കതൊരു വലിയ ആശ്വാസം. ഞാൻ വേഗം ഒരു ഓട്ടോ വിളിച്ചു കണ്ട് ഇവിടെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു. വീട്ടിൽ കൊണ്ടാക്കി കൊടുത്ത ആ ഓട്ടോയിൽ തന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോരും. അങ്ങനെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ വിളിക്കാൻ വേണ്ടി ഇവളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാന് അവളെ വീട്ടിക്ക് പോയതാണ്. വീട്ടിൽ ചെന്ന് ഇങ്ങനെ കയറി നോക്കുമ്പോ അളിയൻ വന്നാല് ഇവളെ കീപ്പട്ടുള്ള അനിയത്തി കുട്ടികൾക്കും ഇവളെ ആങ്ങളന്റെ മക്കൾക്കും എല്ലാവർക്കും വലിയ ഒരു ഒരു പെരുന്നാള് വന്ന പ്രതീതിയാണ്. ഞാനാണ് ചെന്ന ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടു ചെല്ലും, ചെറിയ കുട്ടികൾക്ക് വേണ്ടി കളിയാക്ക വന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളാണ്. അന്ന് ആരും ഒന്നും മിണ്ടണില്ല, ആകെ ഒരു ശ്മശാന മൂകത. അവിടെ ഇങ്ങനെ തടം കെട്ടി നിൽക്കുക. എന്താപ്പത് സംഭവം എന്ന് വിചാരിച്ചിങ്ങനെ ഞാൻ ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ഞങ്ങളെ അയലോക്കക്കാരൻ ദബ്ബുട്ടുകാരൻ വീരാക്കാരനിട്ട് ഒരാളുണ്ട്. മൂപ്പർക്ക് ഇപ്പൊ ദബ്ബ് മുട്ടലൊന്നുമില്ല, ഇപ്പൊ ശ്വാസം മുട്ട് മാത്രമേ ഉള്ളൂ. ഏതായാലും മൂപ്പരിങ്ങനെ വന്നപ്പോ ഞാൻ ചോദിച്ചു, അല്ല വീരാക്ക എന്താ ഇവിടെ സംഭവിച്ചത്? ഇവരാരും ഒന്നും ചോദിച്ചിട്ട് പറയണില്ലല്ലോ, എന്താ ഇപ്പൊ ഇവിടുത്തെ സംഭവം, എന്താ അവിടെ ഉണ്ടായി, എവിടെ എന്റെ ഭാര്യ എന്ന് ചോദിച്ചപ്പോ വീരാക്കന്നെ വിളിച്ചിട്ട് പറയ, കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു കോളിളക്കം, ഉള്ള തറവാട്ടിൽ കുഞ്ഞാലി തറവാട്ടിൽ ഇപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം വെളുത്തപ്പ കാണുന്നില്ല. കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു കോളിളക്കം, ഉള്ള തറവാട്ടിൽ കുഞ്ഞാലി തറവാട്ടിൽ കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം വെളുത്തപ്പ കാണുന്നില്ല. ഭാര്യനെ കാണാനില്ല എന്നുള്ളതാണ് ആ വീട്ടുകാരെ നടുക്കിയ സംഭവം. ശരി. അങ്ങനെ വീട്ടുകാരിൽ പലരും പല അഭിപ്രായം പറഞ്ഞു. എന്റെ അമ്മായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്റെ കുട്ടീനെ വല്ല പൊട്ടിയും വൈകരിച്ചു കൊണ്ടേതാവും, അല്ലെങ്കിൽ വല്ല ജിന്നോ ശൈത്താനോ എന്തേലും കൊണ്ടുപോയിട്ടുണ്ടാവും.
ഞാൻ പറഞ്ഞു എന്താ എങ്ങക്ക് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിലൊന്നും അല്ലേ ജീവിക്കണേ. ഇക്കാലത്ത് എന്ത് പൊട്ടിയും ശൈത്താനുമാണ്. പൊട്ടിയും കിട്ടിയൊന്നും ആവൂല. വേറെ വല്ല ലൈനിലും ചിന്തിച്ചു നോക്കിയ. അപ്പോ ആങ്ങളെ പറഞ്ഞു അതൊന്നും ആവൂല. ഓള് ചിലപ്പോ നമ്മളെ കുടുംബത്തേക്ക് എങ്ങോട്ടെങ്കിലും വിരുന്ന് പോയത് ആകാനാണ് സാധ്യത. അങ്ങനെ ഇവിടെ തെരച്ചില് തുടങ്ങി. നേരം രാത്രിയായിട്ട് ഇവിടെ കാണാതായപ്പോ തെരഞ്ഞു പോവുകയാണ് നാനാഭാഗത്തേക്കും ആളുകൾ. കാറ് പറക്കുന്നുണ്ട്, കമ്പിയടിക്കുന്നുണ്ട്, കിണർ വരതുന്നുണ്ട്, മാങ്കൊമ്പിൽ നോക്കുന്നുണ്ട്. കാറ് പറക്കുന്നുണ്ട്, കമ്പിയടിക്കുന്നുണ്ട്, കിണർ വരതുന്നുണ്ട്, മാങ്കൊമ്പിൽ നോക്കുന്നുണ്ട്. പല നിലക്കും പല രൂപത്തിലുമാണ് തെരയുന്നത്. ടെലിഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്, ടെലഗ്രാം ചെയ്ത് നോക്കുന്നുണ്ട്, കാറിൽ ആളുകൾ തെരഞ്ഞു നടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ആണെങ്കിലും തെരഞ്ഞു പെട്ടെന്ന് കണ്ടുമുട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ പല നേർച്ചകളും വഴിപാടുകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പരിപാടി വേറെ നടക്കുന്നത്? കാറ് പറക്കുന്നുണ്ട്, കമ്പിയടിക്കുന്നുണ്ട്, കിണർ വരതുന്നുണ്ട്, കാറ് പറക്കുന്നുണ്ട്, കമ്പിയടിക്കുന്നുണ്ട്, കിണർ വരതുന്നുണ്ട്, കണിയാന്ന് പരുവന്ന് കവടി നിരത്തുന്നുണ്ട്. മലപ്പുറം പള്ളിക്കൊരു സ്വർണ്ണത്താലി നേർന്നിട്ടുണ്ട്. കണിയാന്ന് പരുവന്ന് കവടി നിരത്തുന്നുണ്ട്. മലപ്പുറം പള്ളിക്കൊരു സ്വർണ്ണത്താലി നേർന്നിട്ടുണ്ട്. പക്ഷെങ്കില് നേരം വെളുത്തപ്പോ കാണുന്നില്ല, കുഞ്ഞിപ്പാത്തുമ്മാരെ കാണുന്നില്ല. കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു കോളിളക്കം, പൂപ്പുള്ള തറവാട്ടിൽ കുഞ്ഞാലി തറവാട്ടിൽ കുഞ്ഞിപ്പാത്തുമ്മാരെ കാണുന്നില്ല. നേരം വെളുത്തപ്പോ കാണുന്നില്ല. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രസക്തനായ ഒരു കണിയാരാണ് കൃഷ്ണക്കണിയാൻ. കൃഷ്ണക്കണിയാൻ വന്നിട്ട് കവടി നിരത്തുക. കവടി നിരത്തുക എന്ന് പറഞ്ഞാൽ ഈ കണിയാന്മാരെ പണിക്കന്മാരെ കാര്യം പറയുകയാണെങ്കിൽ പല തട്ടിപ്പും നടത്തുന്ന പല കണിയാന്മാരും ഉണ്ടാവാറുണ്ട്. ജാതകം എന്ന് പറഞ്ഞ സിനിമ കണ്ടുകണോ? ഇല്ല. പൂച്ചക്കാര് മണികെട്ടും സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ കണ്ട് കണ്ണു കാണാത്ത എന്നോട് സിനിമ കണ്ടുകണോന്ന് ചോദിച്ചാ ഞാൻ മോയന്തെന്നല്ല. ഇതിലൊക്കെ കാണാ ഈ കണിയാന്മാരുടെ തരികിട. ചേരുന്ന ജാതകം ചേരൂല എന്ന് പറഞ്ഞിട്ട് ചേരാത്ത ജാതകം ചേരുന്നൊക്കെ കൈക്കൂലി വാങ്ങിയിട്ട് പറയുന്ന കണിയാന്മാരുണ്ട്. കണിയാന്മാരെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളെ നാട്ടിൽ നടന്ന രസകരമായ ഒരു കഥ ഓർമ്മ വന്നത്. ഒരാചാര്യ വീട്ടില് ഭയങ്കര എന്ന് നോക്കിയാലും അസുഖവും കാര്യവും ഒക്കെ കൂടി ഏറ്റവും ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു അന്തരീക്ഷം. അങ്ങനെ ആചാര്യ ഒരു കണക്ക് നോക്കാൻ വേണ്ടിട്ട് ഒരു പണിക്കരെ വിളിച്ചു കൊടുത്തു. പണിക്കര് ഇങ്ങനെ കുറെ കള്ളിയൊക്കെ വരച്ചിട്ട് അതില് കുറെ കവടിയൊക്കെ ഇങ്ങോട്ട് നിരത്തി കവടി നിരത്തിയിട്ട് ഇങ്ങനെ വരച്ച് ഓരോന്ന് ഇങ്ങനെ നീക്കി കൊടുന്നിട്ട് അതിന് ഒരു കവടി എടുത്ത് കാണി വേറാണ്ട് വെച്ചു. ഇവനാണ് പ്രശ്നം. അതിൽ ആചാര്യ ഓടി ഇങ്ങോട്ട് വന്നാ ഇവനാണ് പ്രശ്നം, പണിയുണ്ട്, ഞാൻ അപ്പ വരട്ടോന്നും പറയണ്ട. അകത്ത് പോയിട്ട് ഓടിപ്പോയിട്ട് ഒരു അമ്മിക്കുട്ടീന്റെ എടുത്തു കൊടുത്തു. അമ്മിക്കുഴ എടുത്തു കൊടുന്നുകാണ്ട് ഈ കവടി ഒരൊറ്റ കുത്തിയാണ് പൊട്ടിച്ചു. ഇവനെ കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല പണിക്കരെ. അപ്പൊ പണിക്കര് പറഞ്ഞത് ലൈൻ വേറെയാണ്, ആചാര്യ വിചാരിച്ച ലൈൻ വേറെയാണ് എന്ന് പറഞ്ഞ മാതിരി ഇതങ്ങനെയുള്ള കണിയാനൊന്നുമല്ല. നല്ല സുപ്രസിദ്ധനായ എല്ലാ സംഭവങ്ങളും പഠിച്ച് ലെവലാക്കിയ ഒരു കണിയാനാണ്. മൂപ്പര് വന്ന് കവടി നിരത്തിയിട്ട് പറയാണ്. മൂപ്പര് വന്ന് കവടി നിരത്തിയിട്ട് ഇങ്ങനെ നോക്കണതിന്റെ അടിയിൽ ഇവിടെ കൂട്ടുകാരികള്, എന്റെ ഭാര്യന്റെ കൂട്ടുകാരികൾ വന്നിട്ട് പറയാണ് ഇവള് നല്ല പാട്ടുകാരത്തിയാണ്. നല്ല പാട്ടുകാരത്തി ആയതുകൊണ്ടാണ് എന്റെ പാട്ടിൽ ഇവള് മയങ്ങാൻ കാരണം. പാട്ടിന് ഇവക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇവള് ബദർ
ഒഹദ്, ഖന്തക്ക്, ഹുനൈന്, മക്കം ഫത്ത് ഇങ്ങനെയുള്ള യുദ്ധ ചരിത്രങ്ങൾ, പഴയ കാലത്തുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ പാടും. ഇവളെ അമ്മ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ ഇവളെ കൂട്ടുകാരികൾ പറയാണ്, മുല്ലപ്പൂമാല കൊരുത്ത് പൂന്തോപ്പിൽ നിന്നോളല്ലേ, മോഹത്താലെ മധുരമാല പാടി രസിച്ചോളല്ലേ, പട്ടുകിടക്ക വിരിച്ച് കിടന്നോളല്ലേ, പട്ടുകിടക്ക വിരിച്ച് കിടന്നോളല്ലേ, നേരം വെളുത്തപ്പോ കാണുന്നില്ല, കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു കോളിളക്കം, കോപ്പുള്ള തറവാട്ടിൽ കുഞ്ഞാലി തറവാട്ടിൽ കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം വെളുത്തപ്പോ കാണുന്നില്ല. സംഗതി അങ്ങനെയൊക്കെയാണ്. ഞാന് 2 ഭാര്യമാരായതുകൊണ്ട് എനിക്ക് ചെറിയ ഒരു സാമ്പത്തിക ഞെരുക്കം, ശാരീരിക ഞെരുക്കമൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാരുടെ ഇടയിൽ നമ്മള് ചളിയാകാൻ, ഇതിലേറെ നാണക്കേടാകാൻ മറ്റൊരു വിഷയം ഉണ്ടാകാൻ പാടില്ല. സംഗതി ഞാനാകെ മൂഡ് ഓഫ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. അതില് ഇവിടെ താഴെയുള്ള ഒരു +2 പഠിക്കുന്ന ഒരു ആങ്ങളച്ചക്കൻ ആങ്ങളച്ചക്കൻ വന്നിട്ട് പറയാണ്, ആരോരും അറിഞ്ഞില്ല, അറിഞ്ഞോലും തരഞ്ഞില്ല, പാട്ട് കേട്ടിട കാതറിന് കാണുന്നില്ല, ആരോരും അറിഞ്ഞില്ല, അറിഞ്ഞോലും തരഞ്ഞില്ല, പാട്ട് കേട്ടിട കാതറിന് കാണുന്നില്ല, നേരം കറുത്തിട്ടും കാണുന്നില്ല, കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു കോളിളക്കം, കോപ്പുള്ള തറവാട്ടിൽ കുഞ്ഞാലി തറവാട്ടിൽ നേരിപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം കറുത്തിട്ടും കാണുന്നില്ല. ഇവിടെ നമ്മളെ ബീരാക്കാന്റെ ഒരു മകനുണ്ട്, ഖാദർ പറഞ്ഞിട്ട്. നിങ്ങള് നേരത്തെ അന്വേഷിച്ച ദെബൂട്ടുകാരൻ ബീരാക്കാന്റെ ഒരു മൂത്ത മോണ്ട് ഖാദർ. മോനി ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം ഇവിടെ ആരും ഈ പരിസരത്ത് കണ്ടോലില്ല. അപ്പൊ ഇവന് പാട്ട് എഴുതുന്ന ആളാ ഖാദർ. അപ്പൊ ഇവളെ ആങ്ങളാ പറഞ്ഞു, എന്നാലും കൂടുതൽ തെരഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അപ്പോ പാട്ട് പാടുന്നവരോടും പാട്ട് എഴുതുന്നവരോടും പണ്ടേ ഇവക്ക് ഒരു താല്പര്യമുണ്ട്. കൊണ്ടോട്ടി നേർച്ചീന്ന് ഒരു പാട്ട് കേട്ടാണല്ലോ ഇവന്റെ ബലയിലോള് വീണത്. അതേമാതിരി ഖാദർ വല്ല പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഖാദറിനേറ്റ് ലൈനാക്കിക്കാണ്ട് ഇവന് വേറെ ഭാര്യയുള്ള വിവരം മോളെ എങ്ങനെങ്കിലും മണത്തറിഞ്ഞിട്ടുണ്ടാവും. ഖാദറിന് ഇപ്പൊ വേറെ ഭാര്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ. അതില് മൂത്തളിയാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊരു കാര്യം ഇതൊന്നും ഞങ്ങൾക്കും തരാല്ല, ഞങ്ങളൊന്നും അനക്കും തരാല്ല, ഇജ്ജ് തൽക്കാലം ഓളെ മൊയ് ചെല്ലിക്കളാ. അങ്ങനെ വെള്ളത്തിന്ന് കിട്ടിയത് വെള്ളത്തിൽ തന്നെ പോയി പറഞ്ഞു പണ്ട് പാൽക്കച്ചവടക്കാരൻ. ആ കഥ കേട്ടിണോ? പണ്ടൊരു പാൽക്കച്ചവടക്കാരൻ പാലില് പകുതിക്ക് പകുതി വെള്ളം ചേർത്ത് കാണ്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി. മൂപ്പർക്ക് ഒരു തോന്നല്, ഒരു എരുമയും കൂടി വാങ്ങണം, എന്നാ വരുമാനം ഒന്നും കൂടി വർദ്ധിപ്പിക്കാം. അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എരുമ എടുക്കാൻ വേണ്ടി മൂപ്പരിങ്ങനെ പോവുകയാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ മാതിരി വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. ചന്തക്ക് നടന്നു പോകലാം. നടന്ന് ചന്തക്ക് പോണ വഴിയിൽ മൂപ്പര് ഉച്ച സമയത്തൊന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു. അപ്പൊ ആ മരത്തിന്റെ അടുത്ത് ആ തണലത്ത് ഇങ്ങനെ ഇരുന്നപ്പോ ആ പരിസരത്ത് കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്, ഒരു ചോല. ഈ അരുവിന്ന് മൂപ്പര് ഒന്ന് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് മൂപ്പരെ പണസഞ്ചി അവിടെ വെച്ച് മൂപ്പര് ഈ അരുവിക്ക് ഇറങ്ങി എന്നല്ല, മൂപ്പര് കയ്യും മുഖമൊക്കെ കഴുകൽ തുടങ്ങിയപ്പോഴേക്ക് എന്ത് ചെയ്തു, ഈ മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു കുറച്ച് കൊരങ്ങന്മാര് ഇറങ്ങി വന്നാണ് മൂപ്പരെ പണസഞ്ചി എടുത്ത് മരത്തിന്റെ മുകളിൽ കേറിപ്പോയപ്പോ ഇയാൾ ആകെ അന്തം വിട്ടു, പഠിച്ചവനെ എന്താ പഞ്ഞി ചെയ്യാ.
ഇയാള് കൊറേ കയ്യാട്ടി നോക്കി. നോക്കി അപ്പൊ കുരങ്ങന്മാർ ഈ സഞ്ചിയുടെ മരക്കൊമ്പത്ത് വെച്ചാണ്ട് ഓലും ഇങ്ങനെ കയ്യാട്ടി. കയ്യാട്ടം തുടങ്ങി. പിന്നെ ഇയാളൊരു വടി ഒടിച്ചുകാണ്ട് കുരങ്ങന്മാർ എറിയാൻ തുടങ്ങി. കുരങ്ങന്മാര് മരത്തുമെന്ന് വടി ഒടിച്ച് ഇയാളങ്ങട്ട് എറിയാൻ തുടങ്ങി. അതിൽ ഇയാൾക്ക് മനസ്സിലായി നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്താലും കുരങ്ങന്മാരത് ചെയ്യും. അതിൽ ഇയാൾ എന്ത് ചെയ്തു, പേഴ്സിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഇയാളെ പോക്കറ്റിൽ. അതിന്ന് കുറച്ച് പൈസ എടുത്ത് കണ്ട് മരത്തിന്റെ മുകളിൽ എറിഞ്ഞപ്പോ ഈ പണസഞ്ചി കെട്ടയച്ചു കണ്ട് കുരങ്ങന്മാർ ആ പണസഞ്ചിന്ന് ഒരു ഉറുപ്പ്യ ഇങ്ങോട്ട് എടുത്ത് എറിഞ്ഞു നോട്ട്. അതിൽ ഇയാള് പിന്നെയും ഒരു നോട്ടും കൂടി എടുത്ത് എറി. അതിൽ പിന്നെയും കുരങ്ങന്മാര് ഒരു നോട്ടും കൂടി ഇങ്ങോട്ട് എറി. അങ്ങനെ ഈ നോട്ട് എറിഞ്ഞ് കളിക്കണ ഈ സമയത്ത് എന്തുണ്ടായി എന്ന് ചോദിച്ചാല് പകുതി നോട്ട് കരയിലും വീണു, പകുതി നോട്ട് വെള്ളത്തിലും വീണു. ഇയാള് ആ എരുമെടുക്കാൻ കൊടുന്ന 1000 ഉറുപ്പ്യന്ന് 500 ഉറുപ്പ്യ ഇയാൾക്ക് കിട്ടി. 500 ഉറുപ്പ്യ അരുവിയിൽ വീണ് ഒലിച്ചു പോയി. അപ്പൊ ഇയാള് പറഞ്ഞ പോലെ സാരല്ല, വെള്ളത്തിൽ നിന്ന് കിട്ടിയ വെള്ളത്തിൽ തന്നെ പോയി എന്ന് വിചാരിച്ചാ മതി എന്ന് പറഞ്ഞ മാതിരി ഗാനമേളക്കെന്ന് പാട്ട് കേട്ടുകാണ്ട് കിട്ടിയ ഭാര്യ അങ്ങനെ പോയി എന്ന് കണക്കൂട്ടിയാ മതി. വേറൊന്നും ഇപ്പൊ അതിൽ ചിന്തിക്കാനില്ല. ഏതായാലും ഞാന് അന്ന് രാത്രി തന്നെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോന്നാണ്. പിന്നെ ഇതുവരെ കുഞ്ഞാലിത്തറവാട്ടിക്ക് ഞാൻ നോക്കിയിട്ടില്ല. മനസ്സിലായോ? എന്റെ ഭാര്യ എന്തായി, ഫാദർ എന്തായി, ഇതൊന്നും ഒരു പിടുത്തവും എനിക്ക്. വലിയ അളിയൻ പറഞ്ഞ അനുസരിച്ച് മൊഴിയും കൊടുത്ത് ഞാൻ അങ്ങോട്ട് പോകും. മനസ്സിലായോ?